ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗായ്സ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫ്രീ പോർട്ട് പാക്ക് എനിക്ക് ഒരാളെ കിട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു സ്ഥലമായിരിക്കും കിട്ടിയായിരിക്കും. എന്തായാലും സ്ഥലമല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് കെ മിറ്റോമ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ മാച്ചിൽ ചെക്കനെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരാ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോണൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 4-3-3 ആണ് ഫോർമേഷൻ ഇട്ടിരിക്കുന്നത്. പൊസിഷൻ ഗെയിമിംഗ് ആണ്. മിയാമിയാണ്, ഇന്റർ മിയാമി, പിന്നെ ഗാർഡിയോളയുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്കോഡ് തന്നെയാണ് ഗൈസ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹക്കീമി ഉണ്ട്, കോസ്റ്റേട്ട, എല്ലാവരും അത്യാവശ്യം ഡിലൈറ്റ്, വൈറ്റ്, അത്യാവശ്യം എല്ലാവരും ഉണ്ട്. കിമ്മിച്ച് ഫുള്ളൊരു നോക്കുകയാണെങ്കിൽ ഫുൾ 100 റേറ്റഡ് ആണല്ലോ. സണ്ണ് എല്ലാവരും ഉണ്ട്. ഗോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും 100. എൻ്റെ പോലെ കിടലും തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും മാച്ച് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എന്തോന്നും അറിയില്ല ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഈ 2 മെസ്സിയിൽ ഏത് മെസ്സിയാണ് ഉള്ളതെന്ന്. ഓക്കെ, നമ്മുടെ അടുത്തൊരു മറ്റേ മെസ്സി, അവരുടെ അടുത്ത് വേറൊരു ടൈപ്പ് മെസ്സിയാണുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് റുഡ്രിഗറിനെ ഇറക്കിയിട്ടുണ്ട്. കാരണം റുഡ്രിഗറാണ് നമ്മുടെ ഫസ്റ്റ് മാച്ചിലൊക്കെ രാശി എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മളെന്തായാലും മാച്ചിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റാണ്. ഓപ്പോണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എന്താവുമെന്ന് അറിയില്ല, നോക്കാം. അത്യാവശ്യം നല്ലൊരു ഓപ്പോണ്ട് തന്നെ കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെ ഉണ്ടാവും ആവുന്നുള്ളൂ ഗൈസ്. അപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഫുട്ബോളിൽ ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നം. പെപ്പ് ഗാർഡിയോളേൻ്റെ ഗൂഗിൾ ഓപ്പോണിൻ്റെ പേര് ഗൂഗിൾ ഗൈസ്. ഓക്കെ, സെറ്റാണല്ലോ. ഇതുവരെ വരാത്തൊരു തരത്തിലുള്ളൊരു സ്ക്വാഡാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് വെച്ച് നമുക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മെസ്സി ടു ജെറാഡ് ടു റുഡ്രിഗർ ടു കോസ്റ്റേട്ട ടു ഗ്രീസ്മൻ ടു എടുത്തിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്. ഓ ഗൈസ്, ഫസ്റ്റ് തന്നെ ഒരു ത്രോ പോയി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഗ്രീസ്മൻ ടു കോസ്റ്റേട്ട ഗുണ്ടകൻ. ഓ പോയി ഗൈസ്. ഡിലൈറ്റ് ഒരു നേരെ ഷോട്ട്. എൻ്റെ മോനെ പവർഫുൾ ഷോട്ടാണ്. ഹക്കീമി ടു സണ്ണ്. ഒക്കെ നോക്കാം ഗൈസ്, എങ്ങനെ ഉണ്ടാവും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ത്രോ പോയിരിക്കുകയാണ് 5-ാം മിനിറ്റിൽ. അപ്പം അത്യാവശ്യം നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്കോഡ് തന്നെയാണ്. ഹക്കീമി ടു കോസ്റ്റേട്ട ടു ഡിലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സീൻ തന്നെ ആയിരിക്കും. റുഡ്രിഗർ, ജെറാഡ്. ഓക്കെ, പാസ് ഗുണ്ടകൻ ടു വാൽവെർഡെ. ഓക്കെ, മെസ്സി. നല്ലൊരു ചാൻസ് ആയിരുന്നു കിട്ടിയിരുന്നു, പക്ഷെ അത് ഒഴിവായിപ്പോയി. ഒഡേഗാർഡ്, മെസ്സി. ഇത് മറ്റേ മെസ്സി കേട്ടോ, നമ്മുടെ ബൂട്ട് കിസിങ് അല്ല, വേറൊരു മെസ്സി ഉണ്ടല്ലോ. ഓ എൻ്റെ മോനെ ഷോട്ട്. എടോ പണിയായില്ലേ റുഡ്രിഗർ. ഇപ്പൊ പണി കിട്ടിയേനെ 12-ാം മിനിറ്റില്. ഓക്കെ, കോസ്റ്റേട്ട ഡിലൈറ്റ്. ഓക്കെ, വൈറ്റ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗുണ്ടകൻ്റെ ഒരു നൈസ് ത്രോ. അതെന്ത് പരിപാടി കാണും. എൻ്റെ മോനെ ഹക്കീമിലേക്ക് വീണ്ടും ഗൈസ്. അത് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ട് ബാക്കൗട്ട് അടിച്ചു വിട്ടത്. ഡിബ്രൂണി നല്ലൊരു ചാൻസ് ആയിരുന്നു. കിമ്മിച്ച് ഒഡേഗാർഡ് ടു ഇവന്മാർ വൈറ്റ്, മെസ്സി ഇവർ കറക്റ്റ് എത്തിക്കഴിഞ്ഞ് കറക്റ്റ് പാസിംഗ് ആണല്ലോ. ഒഡേഗാർഡ് ടു അവിടെ എന്താ നടന്നത്. ഒഡേഗാർഡ് ടു ഡിബ്രൂണി. എൻ്റെ മോനെ ഹക്കീമി. ഷോട്ട് എടുക്കാൻ സമ്മതിക്കരുത് വാൽവർ. ഇത് എന്തുവാടേ കിടത്തി അടിക്കുന്ന കേക്ക്. സണ്ണ്. ഓക്കെ, എടുത്തിട്ടുണ്ട് ഷോട്ട്. എൻ്റെ മോനെ കോസ്റ്റേട്ട. ലെവൻഡോസ്കി ഗോള് ഗൈസ്. എൻ്റെ പൊന്നെ ഗോള്. ലെവൻഡോസ്കി അടിച്ചു ഗൈസ് ഗോൾ 24-ാം മിനിറ്റിൽ. അതവിടെ വിചാരിച്ചില്ല അങ്ങനെ ഒരു അതൊക്കെ പുറത്തേക്ക് ഇട്ടാൽ മതിയായിരുന്നു. നമുക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് വെച്ചു. മെസ്സി ടു ജെറാഡ് ടു ത്രൂ പാസ് മെസ്സി. എൻ്റെ മോനെ ഡിലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഗുണ്ടകൻ, കിമ്മിച്ച്, മെസ്സി. ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മൻ, റുഡ്രിഗർ ടു ഒരു ഷോട്ട്. ഓക്കെ, മെസ്സി കിട്ടിയിട്ടുണ്ട്. മറഡോണ ഇടയെ അടിച്ച്. കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം. റുഡ്രിഗർ. ഓക്കെ, ഗുണ്ടകൻ ടു ഒരു പാസ്. ഓക്കെ, ബാക്ക് ഒരു നല്ല ചാൻസ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു, നടന്നില്ല. കിമ്മിച്ച് ടു സണ്ണ്. ഇതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള സണ്ണാന്ന് എനിക്ക് തോന്നുന്നു. ജെറാഡ് ടു വീണ്ടും കിമ്മിച്ച്. ഒഡേഗാർഡ്, വൈറ്റ് ടു മെസ്സി ടു ഒഡേഗാർഡ്. കിട്ടിയിട്ടുണ്ട്. കോസ്റ്റേട്ട ഷോട്ട്. മറഡോണ, ഡിബ്രൂണി, ഹക്കീമി. എൻ്റെ മോനെ ഷോട്ട് കിടിലസ്കിയാണല്ലോ. കിമ്മിച്ച്. എൻ്റെ പൊന്നെ ഒഡേഗാർഡ്. നൈസ് ഒരു ഹെഡിങ് ആയിരുന്നു, പക്ഷെ അത് നമ്മുടെ ഗോളുള്ളതുകൊണ്ട് സീനില്ല. മാനുവൽ ടു ഓക്കെ
ഗൈസ്. അപ്പോൾ ഹക്കീമിനോട്ട് വീണ്ടും പോയി. ഹക്കീമി ടു സണ്ണ്. ഡിബ്രൂണി എൻ്റെ മോനെ കറക്റ്റ്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ടു വിൽസബർട്ട് ടു മറഡോണ, വാൽവെർഡെ, മെസ്സി. ഓക്കെ ഉണ്ടായേക്കാം. നല്ലൊരു ചാൻസ് കിട്ടേണ്ടിയായിരുന്നു കോച്ച് ചേട്ടാ. ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ അവർ ഗോൾ അടിച്ച് നിൽക്കുന്നുണ്ട് ലീഡ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഗോളായിരുന്നു. ഷോട്ട് നോക്കണം, 4 ഷോട്ട് അടിച്ചു. നമുക്ക് ഒരെണ്ണം പോലെ അങ്ങോട്ട് അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കനെ എങ്ങനെ ഇറക്കാൻ പോകുന്നത് ലെഫ്റ്റ് വിങ് ഫോർവേഡ് മിറ്റോമ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ട്രൈ ആണോ അല്ലെങ്കിൽ കോയിൻ ഇട്ട് കറക്കിയാണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എത്രാമത്തെ കോയിനാണ് കിട്ടിയതെന്ന് നോക്കുക. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇന്നത്തെ പ്ലെയറിനെ ഞാൻ ആദ്യമായിട്ട് ഇറക്കുവാണ്. എന്തായാലും നമുക്ക് നോക്കാം. എത്ര പേര് സലയെ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഞാൻ സലേനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറേ പേര് പറഞ്ഞിരുന്നു സല നല്ല അടിപൊളി കാർഡാണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ടോപ്പ് വേ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരിക്കും ഗൈസ്. ഹക്കീമി ടു സണ്ണിലേക്കാണ് ഗൈസ്. ഡിബ്രൂണി ഓക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ത്രോ പോയി. എന്തായാലും സൺ ടു ഡിബ്രൂണി ആവുന്നൊരു ഷോട്ട്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മാർക്കിനസ് ടു എൻ്റെ മോനെ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റേട്ട ഗവി ടു എൻ്റെ പൊന്ന് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ജെറാഡ് ഗവി. ഓക്കെ മിറ്റോമ മെസ്സി. ഓക്കെ ഗൈസ് അവിടെ നിന്നൊരു ഫൗൾ സംഭവിച്ചു. മിറ്റോമ ഗൈസ് ചെക്കൻ വരുന്നുണ്ട്. മിറ്റോമ ഗോൾ ഗൈസ്. അപ്പോൾ ചെക്കൻ്റെ ആദ്യത്തെ ഗോളാണ് മാച്ചിലെ കിടുക്കി. ചെക്കൻ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. സെലിബ്രേഷൻ അടിപൊളിയാണോ ഗൈസ്. പൊളിയൊരു സെലിബ്രേഷൻ ഗൈസ്. അടിപൊളി നൈസ് ഒരു സെലിബ്രേഷൻ കയറ്റി ചെക്കൻ വന്നേ. മിറ്റോമ എന്തായാലും നൈസ് ഒരു ത്രൂ പാസ് ആയിരുന്നു ഗൈസ്. അസിസ്റ്റ് മെസ്സി ചെയ്ത്. അപ്പോൾ നമ്മളങ്ങനെ ലീഡ് പിടിച്ചിട്ടുണ്ട്. മിറ്റോമ അടിച്ചോണ്ട് 14 മിനിറ്റിൽ. കിമിച്ച് ടു ഹക്കീമി, ഡിബ്രൂണി, സണ്ണ്. ഓക്കെ സൺ ടു ഹക്കീമി. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ്, മറഡോണ എൻ്റെ മോനെ, ഡിബ്രൂണി, ലെവൻഡോസ്കി കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ ഷോട്ട്. ഓക്കെ ഗവി ഇറങ്ങി. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിങ്ങനെ നോമിനേറ്റഡ് കോൺട്രാക്റ്റുള്ള ഗവിനെ ഇറക്കി. ഓക്കെ നോക്കാം. ജെറാഡ്, ഗവി. ഓക്കെ മിറ്റോമ നല്ലൊരു ചാൻസ്. മെസ്സി എടാ അവിടെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നല്ലോ. ഹക്കീമിമാർ ഷോട്ട് അടിച്ചോണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗോൾ കിട്ടുമായിരുന്നു. ഒഡേഗാർഡ് ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജെറാഡ് റോഡ്രിഗർ, കോസ്റ്റ്കട്ട, മിറ്റോമ. എടാ മിറ്റോമേനൊക്കെ തള്ളി അവിടെ പുറത്തിട്ടു ഇവന്മാർ. ലെവൻഡോസ്കി ഓക്കെ സണ്ണിലേക്ക് ഒരു നൈസ് ഷൂട്ട്. വാൽവെർഡെ വൈറ്റ്. ഓക്കെ നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇവിടെ മെസ്സി ഉണ്ടായിരുന്നു. ജസ്റ്റ് പാസ് മതിയായിരുന്നു എനിക്ക് തോന്നി. ഇപ്പോൾ ലെവൻഡോസ്കി ഗൈസ് നമ്മൾ സമ്മതിക്കരുത്. കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ പൂജും. വൈറ്റ് ഓക്കെ മെസ്സി എൻ്റെ പൊന്നു ഡിലേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ചാൻസ്. ഗവി ടു മിറ്റോമ വൈറ്റ്. എൻ്റെ പൊന്നു. ഒഡേഗാർഡ്, കിമ്മിച്ച് വീണ്ടും ഒഡേഗാർഡ്, മെസ്സി ടു നൈസ് ഒരു പാസ്. ലെവൻഡോസ്കി കിട്ടിയിട്ടുണ്ട്. മാർക്കിനസിനൊക്കെ വീഴ്ത്തി അവന്മാർ അവിടെ നിന്ന്. നല്ലൊരു ചാൻസ് ആയിരുന്നു. മാർക്കിനസിന് ആരാണ് അവിടെ വന്ന് വീഴ്ത്തിയെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും ഡിബ്രൂണിയാന്ന് തോന്നുന്നു. എന്തായാലും കിടുക്കി ഗൈസ്. അപ്പോൾ ചെക്കന്മാരെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഗൈസ് ഓപ്പോണ്ട് എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. എംബാപ്പെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കാരണം ഞാൻ ആ ഫ്ലെക്സിബിൾ മാറ്റാത്തതുകൊണ്ട് നമ്മൾ ഹെർണാണ്ടസിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ചിന് ബാക്കി എന്തൊക്കെ ഉണ്ടാവും, ആരായിരിക്കും ആ ഒരു ഗോൾ അടിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ എന്തായാലും കാണാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ ഓപ്പോണ്ട് സെറ്റാണ് ആവുന്നുള്ളൂ. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ മാച്ചിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. എംബാപ്പെ ഇറങ്ങിയിട്ടുണ്ട്. എംബാപ്പെ മാച്ചിക്ക് ലാസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. മാർക്കിനസ് ഇപ്പോൾ ലാസ്റ്റ് മാച്ചുകളിലൊക്കെ എംബാപ്പെ അടിക്കാറുണ്ട് ഗൈസ്. എംബാപ്പെ വൈറ്റ് കിട്ടിയിട്ടുണ്ട്. മാർക്കിനസ് ടു മിറ്റോമയിലോട്ട് പോയില്ല ഗൈസ്. ഗവി, ലാംബേർഡ്, മോട്രിച്ചിന് മുമ്പിൽ ഇറക്കി. ഓക്കെ കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ എൻ്റെ പൊന്നു. ഗവി എൻ്റെ പൊന്നെ. കോസ്റ്റേട്ട ബെലിംഗാം ടു അതൊരു ക്രൈഫോ. എംബാപ്പെ കിട്ടിയിട്ടുണ്ട്. ഹെർണാണ്ടസ് ചെക്കനെ ഇറക്കി. എന്തായാലും നന്നായി. മിറ്റോമ വൈറ്റ് എടുത്തിട്ടുണ്ട്. മിറ്റോമ, ബെലിംഗാം, എംബാപ്പെ നല്ലൊരു ചാൻസ് ആയിരുന്നു. മോട്രിച്ച് അവിടെ വന്നുകൊണ്ട് നമുക്ക് അതൊരു തടസ്സപ്പെട്ടു. മെസ്സി
ബെലിംഗാം ടു ഗവി ടു എംബാപ്പെ. എടാ ഗൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ ഓഫ് സൈഡ് ആയിപ്പോയി ഗൈസ്. എനിക്ക് തോന്നുന്നു എംബാപ്പെ ഒരു ലാസ്റ്റ് ഗോൾ അടിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെക്കൻ പോഷൻ ഉറപ്പാണ്. എംബാപ്പയ്ക്ക് അവരുടെ ചാൻസ് കിട്ടിയാൽ മതി, നമുക്ക് നോക്കാം. മിറ്റോമ വൈറ്റ് ഗൈസ് കിട്ടുമോന്നറിയില്ല. ഓക്കെ ലാംബാർഡ്. ബെലിംഗാം ടു മറഡോണ ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ ഇറ്റ്സ് എംബാപ്പെ ഗോളാവോ? എംബാപ്പെ ഗോൾ. എന്റെ മോനെ ഗോളാസോ, എന്റെ മോനെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് ചെക്കൻ അടിച്ചു ഗൈസ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു അടുപ്പിച്ചൊരു 4-5 കളിയിൽ ഈ ഒരു കാർഡ് എന്താ പറയാ, നമുക്കൊരു ഭാഗ്യം പോലെ എംബാപ്പെ ഇറങ്ങും ലാസ്റ്റ് നിമിഷം. അത് ശരിക്കൊരു എന്താ പറയാ, എനിക്ക് തോന്നുന്നു നമ്മൾ മിക്ക കളികളിലും എംബാപ്പെ ഈ ഒരു ടൈമിൽ ഇറക്കുമ്പോൾ നമുക്ക് നല്ല മാറ്റമുണ്ട്. എന്നാലും കളിക്ക് ചെക്കൻ അവസാന നിമിഷം പൊളിച്ചു ഗൈസ് നമ്മുടെ ഈ ഒരു കളി. ഇനിയിപ്പോ പ്രശ്നമില്ല, 93 മിനിറ്റ് ആയി. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാർഡൊക്കെ ഉണ്ടാവും, എന്തായാലും ഇറക്കുക, പൊളിക്കുക. എന്നാലും കിടക്കൊരു ഗോളായിരുന്നു. ഓക്കെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല. എംബാപ്പെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പൊ നമ്മളെന്തായാലും അവസാന നിമിഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാച്ച് അങ്ങനെ നമ്മൾ കൊണ്ടുപോയി. ഒരു ഗോളിന് കേട്ടോ, 2-1 പോയത്. എന്നാലും അത്യാവശ്യം നല്ലൊരു ഓപ്പോണന്റ് ആയിരുന്നു വന്നേ. മിറ്റോമയാണ് ഗൈസ് നമ്മുടെ പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ അപ്പോൾ എന്തായാലും പൊളിച്ചു ഗൈസ്. അപ്പം ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 2 ഷോട്ട് അടിച്ചിട്ടുള്ളൂ നമ്മൾ, അവർ 4 ഷോട്ട് അടിച്ചു. എന്നിട്ട് നമ്മൾ മാച്ച് കൊണ്ടുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.